ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ നീക്കവുമായി കേന്ദ്ര സർക്കാർ. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാരും സുരക്ഷാ സേനയും ശക്തമായ മുന്നേറ്റം നടത്തി വരുന്നതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ വർഷം ഇതുവരെ സുരക്ഷാ സേന 75 തീവ്രവാദികളെയാണ് വധിച്ചത്. ഇന്ത്യൻ ആർമിയുടെ കണക്കനുസരിച്ച് ഇതിൽ ഏകദേശം 60% പാകിസ്ഥാൻ പൗരന്മാരാണ്. അതേസമയം തീവ്രവാദ ഗ്രൂപ്പുകളിൽ പ്രാദേശിക യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് കുത്തനെ കുറഞ്ഞു. ഈ വർഷം 4 പേർ മാത്രമാണ് തീവ്രവാദ സംഘടനകളിൽ ചേർന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിലവിൽ സജീവമായ 110 മുതൽ 130 തീവ്രവാദികളിൽ 115 പേരും പാകിസ്ഥാനികളാണെന്നും അതിൽ തദ്ദേശീയർ വളരെ കുറവാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ടെറർ ഗ്രൂപ്പുകൾ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഇപ്പോൾ വൈറ്റ് കോളർ മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇവർ സാധാരണ തീവ്രവാദികളെ പോലെയല്ല. ഈ വൈറ്റ് കോളർ തീവ്രവാദികൾ അവർ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് സമൂഹത്തിൽ ഉന്നത ജോലികൾ ചെയ്തു വരുന്നവരാണ്. മതമൗലികവാദത്തിലൂടെ ഇത്തരം ആളുകളെ ഭീകരർക്ക് തങ്ങളുടെ ടെറർ ഗ്രൂപ്പിൽ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. സാധാരണ തീവ്രവാദികളെക്കാൾ ഇവർ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങൾ, ആസൂത്രണം, ഗതാഗത വിനിമയങ്ങളൊക്കെ നടത്താൻ അതീവ സമർത്ഥരാണ്. ഇപ്പോൾ ഈ ശൃംഖലയെ തകർക്കുക എന്നതാണ് ഇന്റലിജൻസ് ഏജൻസികളുടെ പ്രധാന മുൻഗണനയായി മാറിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭീകരാക്രമണങ്ങൾ കുറയ്ക്കുക എന്നതിലുപരി ഭീകരവാദത്തിനെ വേരോടെ പിഴുതെറിഞ്ഞ് ഭീകരവാദമുക്തമായ ഒരു ഇന്ത്യ എന്നതാണ് ലക്ഷ്യം. വിജയിക്കുന്ന ഒരു ഭീകരാക്രമണം ലോകശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ സുരക്ഷാ സേന പരാജയപ്പെടുത്തുന്ന 100 കണക്കിന് ഭീകരാക്രമണ പദ്ധതികൾ ആരും അറിയാതെ പോകുന്നു. സുരക്ഷാ സേന ഉന്മൂലനം ചെയ്യുന്ന ഓരോ ഭീകര സെല്ലിലൂടെയും ഭീകരവാദമുക്ത ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം യാഥാർത്ഥ്യത്തിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.